ഒരമ്മയുടെ സ്നേഹത്തോടു കൂടിയ ആലിംഗനത്തിൻ്റെ മുമ്പിൽ തകർന്നു വീഴാത്ത പ്രശ്നങ്ങളില്ല, ആകുലതകളില്ല, സങ്കടങ്ങളില്ല. അമ്മ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് 3 പ്രാവശ്യം മിഖായേൽ മാലാഖ ഈ 4 പെൺകുട്ടികൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മയുടെ വരവിന് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ടെന്ന് പറയും. അതിനുശേഷം ഏതാണ്ട് ഒരു 4.5 വർഷത്തോളം നീണ്ടുനിന്ന ഒരു പ്രത്യക്ഷപ്പെടലാണ് ഈ 4 പെൺകുട്ടികൾക്ക് അമ്മ നൽകിയത്. ഈ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൽ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1 ഒരു മുന്നറിയിപ്പ്, 2 വലിയൊരു അത്ഭുതം, 3 ഒരു ശിക്ഷയെപ്പറ്റി. അതായത് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് നൽകും. വലിയൊരു തീഗോളം താഴേക്ക് വരുമെന്നും ആ തീഗോളം ജനങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ പാഞ്ഞു പോകുമെന്നും, പക്ഷേ ആ തീഗോളത്തിലെ അഗ്നി ജനങ്ങൾക്ക് പൊള്ളലുകൾ ഉണ്ടാക്കില്ല എന്നും, ജനങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിന് മാറ്റം വരുമെന്നും, അങ്ങനെ ആ മാറ്റം വരുന്ന വ്യക്തികൾക്ക് മുമ്പിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നും, ഈ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ഈ അത്ഭുതം കണ്ടിട്ടും വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാത്തവർക്ക് വലിയ ശിക്ഷ ഉണ്ടാകുമെന്നും പരിശുദ്ധ അമ്മ ഈ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ 4 കുട്ടികൾ പരിശുദ്ധ അമ്മയുടെ അടുക്കലായിരിക്കുമ്പോൾ അവർ അനുഭവിച്ചിരുന്ന ഒരു പ്രത്യേകമായ ഒരു അനുഭൂതി ഉണ്ടെന്നാണ് പറയുന്നത്. കണ്ടു നിന്നിരുന്നവർ പറയുന്നുണ്ട്, അന്തരീക്ഷത്തിൽ നിന്ന് അവരിങ്ങനെ ഒരല്പം ഉയർന്നു നിൽക്കുന്നത് പോലെയൊക്കെ അവർക്ക് തോന്നുമായിരുന്നു എന്നാണ് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ ചുംബനമാണ് ഈ പ്രത്യക്ഷപ്പെടലിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത. കാരണം അമ്മ അവർക്ക് ചുംബനം നൽകിയിരുന്നു. അത് മാത്രമല്ല, അമ്മ അവരുടെ കൈകളിൽ സൂക്ഷിച്ചിരുന്ന പല വസ്തുക്കൾക്കും അമ്മയുടെ സ്നേഹത്തിൻ്റെ ചുംബനം നൽകുമായിരുന്നു. എന്നിട്ട് അമ്മ അവരോട് പറയുന്നുണ്ട്, എൻ്റെ ചുംബനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഈ വസ്തുക്കളുടെ സാന്നിധ്യം എൻ്റെ മകൻ്റെ ഇടപെടലിന് വലിയ ഒരു കാരണമാകുമെന്ന് അമ്മ ഉറപ്പ് കൊടുക്കുകയാണ്. നമുക്ക് ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ അമ്മ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിന്നെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിന്റെ മൂർധാവിൽ ഒരു ചുംബനം നൽകട്ടെ എന്ന്. പ്രിയമുള്ളവരെ, ഒരമ്മയുടെ സ്നേഹത്തോടു കൂടിയ ആലിംഗനത്തിൻ്റെ മുമ്പിൽ തകർന്നു വീഴാത്ത പ്രശ്നങ്ങളില്ല, ആകുലതകളില്ല, സങ്കടങ്ങളില്ല. ഈ ഒരു ആലിംഗനം, ഈ ഒരു ചുംബനം ആരോ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ഉറപ്പ് നൽകുകയാണ്. ആരോ അല്ല, മറിച്ച് പരിശുദ്ധ അമ്മയും അമ്മയുടെ പ്രിയപ്പെട്ട മകനായ ഈശോയും. അതേ പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് മൂർധാവിൽ ഒരു ചുംബനം നൽകാൻ ഒരുപാട് നാളായി ആഗ്രഹിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന ഒരാത്മീയ സാന്നിധ്യത്തിൻ്റെ പേരാണ് പരിശുദ്ധ അമ്മ.